السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും മനുഷ്യനിൽ വൈകാരികത ഉണരുകയും അത് മനുഷ്യൻ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരവസ്ഥയാണല്ലോ നമ്മൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കോപിക്കുക എന്നൊക്കെ പറയാറുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കോപം നിയന്ത്രിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവനാണ് വിശ്വാസി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ അവന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ട, അവന്റെ ഒരു വികാരത്തിൽപ്പെട്ട കാര്യമാണ് കോപം എന്നുള്ളത്. പലപ്പോഴും പല തെറ്റായ തീരുമാനങ്ങളും അനിഷ്ടകരമായി കാര്യങ്ങളും മനുഷ്യനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വികാരം കൂടിയാണ് ഈ കോപം എന്നുള്ളത്. ദേഷ്യം വരുമ്പോൾ കണ്ണ് കാണില്ല എന്ന് പലപ്പോഴും നാം പറയാറുണ്ടല്ലോ. ഇതുപോലെയാണ് ദേഷ്യപ്പെടുമ്പോൾ പലരുടെയും വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടായിത്തീരാറുള്ളത്. അതുകൊണ്ട് തന്നെ നാം കോപം പിടിച്ചു വെക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യേണ്ടുന്നത് അനിവാര്യമാണ്. അതുമാത്രവുമല്ല, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം നമ്മളുടെ കോപത്തെ നിയന്ത്രിച്ചൊതുക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രതിഫലാർഹമായ കാര്യവുമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൈസ അശ്ശദീദു ബിസ്സുറഅ ഇന്നമ അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. മൽപിടുത്തത്തിൽ തന്റെ എതിരാളിയായി നിൽക്കുന്ന മനുഷ്യനെ മലർത്തിയടിച്ചുകൊണ്ട് വിജയിക്കുന്നവനല്ല മല്ലൻ എന്ന് പറയുന്നത്, അവനല്ല ശക്തൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഇങ്ങനെയാണ്: ശക്തനായ മല്ലനായ ഒരു മനുഷ്യന്റെ സ്വഭാവ പ്രത്യേകത എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം കോപം കടന്നു വരുമ്പോൾ ആ കോപത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആള് ആണ്. അവന്റെ ആ സ്വന്തത്തെ കോപം വരുന്ന സന്ദർഭത്തിൽ പിടിച്ചമർത്തി വെക്കാൻ കഴിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ശക്തനായ മല്ലനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പ്രവാചകനിൽ നിന്ന് സതുപദേശം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ വരികയുണ്ടായി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് തനിക്ക് ഉപദേശം നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം. അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്: നബിയെ, എനിക്ക് ഏറ്റവും ഗുണകരമായ, ശക്തമായ നിലയിൽ എനിക്ക് പ്രയോജനം ചെയ്യുന്ന ഉപദേശങ്ങൾ, നല്ല ഗുണകാംക്ഷാപൂർണമായ നിർദ്ദേശങ്ങൾ താങ്കൾ നൽകിയാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു: ഖാല ലാ തഗ്ളബ്, നീ ഒരിക്കലും കോപിക്കരുത്. എന്നിട്ട് ഫറദ്ദദ മിറാറൻ, രണ്ടാമത് വീണ്ടും ആ മനുഷ്യൻ ആവർത്തിച്ചു ചോദിച്ചപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക. പലപ്പോഴും നമ്മൾക്കറിയുമല്ലോ, നമുക്ക് ദേഷ്യം വരുമ്പോ അത് നിയന്ത്രിക്കാനാകാതെ വരുമ്പോ നമ്മളുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകളും നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നതായ പ്രവർത്തനങ്ങളും പലപ്പോഴും മറ്റു പലരുടെയും ജീവിതത്തെ എത്രത്തോളം മാരകമായ നിലയിൽ ബാധിക്കാറുണ്ട് എന്ന്. എന്നാൽ ആ ദേഷ്യം കെട്ടടങ്ങുമ്പോ താൻ ചെയ്തു പോയതെല്ലാം ഒരു വലിയ തെറ്റായി പോയല്ലോ എന്ന് മനുഷ്യർക്ക് തോന്നുകയും ചെയ്യാറുണ്ട്. ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കോപം നിയന്ത്രിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുമാത്രവുമല്ല, കോപമടക്കി വെക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതായി അവന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിനായി മത്സരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ കൽപ്പിച്ചപ്പോൾ ആ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി മത്സരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവ ഗുണം പറഞ്ഞെടുത്ത് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു വിഭാഗമാണ് കോപം നിയന്ത്രിക്കുന്നവർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ എന്ന അധ്യായത്തിലെ 133, 134 വചനങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് വഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹു തആല പറയുകയാണ്, സ്വർഗത്തിലേക്ക്, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളെക്കാൾ വിശാലമായ അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ആത്മാർത്ഥതയോടെ മത്സരിച്ചുകൊണ്ട് മുന്നേറാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അത് മാത്രവുമല്ല, ആ സ്വർഗം നേടിയെടുക്കുന്നവർ പ്രയാസത്തിന്റെ ഘട്ടത്തിലും അതുപോലെ തന്നെ ആനന്ദകരമായ ഘട്ടത്തിലുമെല്ലാം ചിലവുകൾ നിയന്ത്രിക്കുന്നവരും കോപം വരുമ്പോൾ അത് അടക്കി വെക്കുന്നവരും ജനങ്ങളോട് വിട്ടുവീഴ്ച സ്വീകരിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരിക്കൽ ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന, അല്ലാഹു തആല എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തഗ്ളബ് വലക്കൽ ജന്ന, നീ കോപിക്കാതിരിക്ക, എന്നാൽ നിനക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്ന്. അഥവാ കോപത്തിലൂടെ സ്വർഗം നഷ്ടപ്പെടുന്ന പല വാക്കും പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാകും. മനുഷ്യവികാരമാണെങ്കിലും അത് നിയന്ത്രിക്കുവാനും അടക്കി വെക്കുവാനും മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുവാനും വിശ്വാസിക്ക് കഴിയണം. അതിലൂടെ സ്വർഗം നേടാമെന്ന് അല്ലാഹുവും അവന്റെ റസൂലും നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.